ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് സോഫ്റ്റ് ഇല്ല അല്ലെങ്കിൽ പൊങ്ങി വരുന്നില്ല എന്നൊക്കെയാണ് നിങ്ങളുടെ പരാതിയെങ്കിൽ ആ പരാതിയൊക്കെ മാറാനുള്ളൊരു വീഡിയോ ആണിത്. ചപ്പാത്തി നല്ല സോഫ്റ്റ് ഉണ്ടാകും, ഇതുപോലെ പൊങ്ങി വരികയും ചെയ്യും. എത്ര സമയം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ഉണ്ടാകും ഇതുപോലെ ഉണ്ടാക്കിയാൽ. പിന്നെ ചപ്പാത്തിക്ക് പറ്റിയ നല്ലൊരു കറിയും ഉണ്ടാക്കുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കുക, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല, നല്ല സോഫ്റ്റ് ഉണ്ടാകുകയുള്ളൂ. നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. പുട്ടിനൊക്കെ കുഴക്കുന്നത് പോലെ ഒന്ന് നെയ്യും പൊടിയുമായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഈ നെയ്യ് എല്ലാ ഭാഗത്തും എത്തിക്കിട്ടണം. നമ്മളെ ചപ്പാത്തിക്ക് സോഫ്റ്റ് കിട്ടാനുള്ളൊരു ടിപ്പാണിത്. അതുകൊണ്ട് ഇതാരും സ്കിപ്പ് ചെയ്യരുത്. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ കുഴച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ ആ ഒരു ലൂസിൽ കുഴച്ചെടുക്കാം. നമുക്ക് പരത്താൻ പറ്റുന്ന ആ ഒരു ലൂസിൽ കുഴച്ചെടുത്താൽ മതി. അധികം ടൈറ്റാക്കി കുഴച്ചെടുത്താൽ ചപ്പാത്തി അത്ര ശരിയാവില്ല. പിന്നെ നമ്മളെ ചപ്പാത്തി സോഫ്റ്റ് ആകാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നല്ലോണം കുഴച്ചെടുക്കണം, നല്ലോണം കുഴഞ്ഞ് കിട്ടണം. അതെല്ലാവർക്കും അറിയുന്നത് തന്നെയാണല്ലോ. ചപ്പാത്തി നല്ലോണം കുഴച്ചെടുത്താൽ നല്ല സോഫ്റ്റും ഉണ്ടാവും, പൊങ്ങി വരികയും ചെയ്യും. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇത് ഞാൻ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 2 മണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. കുഴച്ചിട്ടൊരു 2-3 മണിക്കൂർ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്കിതിവിടെ അടച്ച് വെക്കാം. ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കുതിർത്തി വെച്ച കടല 1 കപ്പ് ഞാൻ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മുളച്ച കടലയാണ്. നമുക്ക് മുളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുതിർത്തി വെച്ച കടല വെള്ളം വാർത്തി കളഞ്ഞിട്ട് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. 2-3 ദിവസം കൊണ്ട് തന്നെ മുളച്ച് കിട്ടും. അങ്ങനെ കറി ഉണ്ടാക്കിയാൽ ആരോഗ്യത്തിന് നല്ലതാണല്ലോ. പിന്നെ ഇതിൽ ഞാൻ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ക്യാരറ്റ്, ഒരു 5-6 ബീൻസ്, പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാള, 2 മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് കൂടുതൽ കറി ഉണ്ടാകും, അതുകൊണ്ടാണ് 2 തക്കാളി എടുത്തത്. ഇനി നമുക്കിതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിൽ മുങ്ങത്തക്ക വിധത്തിൽ വെള്ളം ഒഴിക്കണ്ട, അതിൻ്റെ താഴെയായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വന്നാൽ ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് വേവിച്ചെടുക്കണം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എയർ പോയതിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇതിലുള്ള പച്ചക്കറികളൊക്കെ എന്തായാലും വെന്തിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്കിതിലുള്ള കടല വെന്തിട്ടുണ്ടോ നോക്കാം. അപ്പോൾ കടലയും നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലൊരു 3 മുരിങ്ങക്കായ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അധികം വേവേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് കുക്കറിൻ്റെ മൂടി അടച്ചിട്ട് വേവിക്കേണ്ടതില്ല. പിന്നെ സാധാരണ മൂടി വെച്ച് അടച്ചാൽ മതി. പിന്നെ ഞാനിതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടേനു, അതിപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മുരിങ്ങക്കായ് വേവുന്ന സമയം കൊണ്ട് ഇതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ അധികം നമ്മൾ സാമ്പാറിനൊന്നും വറുക്കുന്നത് പോലെയൊന്നും വറുക്കണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് വറന്ന് കിട്ടിയാൽ മതി. നമുക്കിതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ 2-3 ചെറിയുള്ളിയും ചേർക്കാം. ഇനി നമുക്കിത് കൈവിടാതെ ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് വേഗം വറുത്തെടുക്കാമല്ലോ. പിന്നെ ഞാനിത് വറുത്തെടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. അടി പിടിക്കുന്നത് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതുപോലെ വറുത്തെടുത്താൽ മതി. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1/2 കപ്പ് കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടല ചൂടാറിയതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്, കാരണം നമ്മൾ അരക്കുന്ന സമയത്ത് അടപ്പിളകി പോവും. ഇനി ഇതിൽ കുറച്ച് വെള്ളവും ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം.
നമ്മൾ കടല അരച്ച് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് കുറച്ച് തിക്കായിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് കുറച്ച് ലൂസാക്കി എടുക്കാം. കുറച്ച് കൂടുതൽ കറി ഉണ്ടാവും. ഇത് അധികം ലൂസാകണ്ട, എന്നാലും ഒരൊത്ത ലൂസിലാക്കി എടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ പറ്റിയ നല്ലൊരു കറിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണല്ലോ ഇത്. നമ്മളിതിൽ പച്ചക്കറികളൊക്കെ ചേർക്കുന്നുണ്ട്, പിന്നെ കടല ചേർക്കുന്നുണ്ട്. ഞാനിതിൽ പച്ചമുളക് ലാസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. എനിക്കിഷ്ടമാണ് ഈ പച്ചമുളക് കറിയിൽ നിന്ന് ചീച്ചിട്ട് കഴിക്കാൻ, നല്ല ടേസ്റ്റാണ്. ഇനി ഇതിൽ താളിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കടുകും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ. താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കണേ, അതാണ് ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഈ കറി നല്ലോണം ഒന്ന് തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം. ചപ്പാത്തീൻ്റെ മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാം. നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ചപ്പാത്തി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് എത്ര വലുപ്പത്തിലാണോ വേണ്ടത് ആ ഒരു വലുപ്പത്തിൽ ഉരുളകളാക്കി എടുത്തിട്ട് പരത്തിയെടുക്കാം. കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. പരത്തിയെടുത്തിട്ട് നമുക്ക് ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ബബിൾസ് വരുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കണം. ചപ്പാത്തി ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോഴാണ് ചപ്പാത്തി നല്ലോണം പൊങ്ങി വരിക. എന്നിട്ട് അങ്ങേ സൈഡും അതുപോലെ തന്നെ ആയാൽ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പൊങ്ങി വരുന്ന സമയത്ത് സൈഡിൽ നിന്നൊന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നെയ്യ് വരട്ടി കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നെയ്യ് വരട്ടി കൊടുക്കാം. ചപ്പാത്തി ചുട്ടെടുത്തിട്ട് കാസറോളിൽ തന്നെ വെക്കണം, എന്നാൽ കൂടുതൽ സോഫ്റ്റ് ഉണ്ടാകും. ചപ്പാത്തി ചുട്ട് വെക്കുമ്പോൾ കാസറോളിൻ്റെ ഉള്ളിലൊരു പ്ലേറ്റ് വെച്ച് കൊടുത്താൽ മതി. എന്നാലേ അതിലുള്ള ഈർപ്പം ഇറ്റിയിട്ട് നമ്മൾ ചപ്പാത്തി കുതിർന്ന് പോവില്ല. ഒരു ചെറിയൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിൽ ചുട്ട് വെക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ ചപ്പാത്തിയും ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചപ്പാത്തിയും ഈ ഒരു കറിയും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചപ്പാത്തി സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പല വിധത്തിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. എനിക്ക് സോഫ്റ്റായിട്ട് കിട്ടിയത് ഇതുപോലെ ഉണ്ടാക്കിയിട്ടാണ്, നെയ്യ് ചേർത്തിട്ട്. നെയ്യ് ചേർത്തിട്ട് ആദ്യം ഞാൻ കുഴച്ചെടുത്ത പോലെ വെള്ളം ചേർക്കാണ്ട് ആദ്യം കുഴച്ചെടുക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ചിക്കൻ ലോലിപോപ്പിൻ്റെ ടേസ്റ്റിലൊരു ചിക്കൻ ഇട്ടിട്ടുണ്ടേനു. പിന്നെ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്. അതും ഈ ചപ്പാത്തിക്ക് കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാകും. പിന്നെ ടൈഗർ ചിക്കൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. പിന്നെ അതും കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.